പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാർഗിലെ മരിയൂൾ ഹോട്ടലിൻ്റെ മുന്നിലാണ്. താഴെ കളകളം പാടുന്ന നദി, മനം മയക്കുന്ന കാഴ്ച തന്നെ. കാർഗിലെ വാർ മെമ്മോറിയൽ മ്യൂസിയം കണ്ടിട്ട് ഞങ്ങൾ സന്ധ്യയോടെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇനി യാത്രാവിശേഷങ്ങൾ പറയാട്ടോ. കാർഗിൽ മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയതേ ചാറ്റൽ മഴ. എല്ലാവരും മഴ നനയാതെ നിൽക്കാനുള്ള ഇടം തേടി. ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടും വീക്ഷിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച പട്ടാളക്കാരെ സ്ഥാനത്തിനനുസരിച്ച് ആദരിച്ചുള്ള കല്ലറകൾ, ചുറ്റും പല നിറത്തിലുള്ള പൂക്കൾ. ഇത്രയേറെ ഉയരത്തിലേക്ക് പോന്നിട്ടും മഴയോ മഞ്ഞോ തണുപ്പോ ഇല്ലല്ലോ എന്ന വിഷമത്തിലായിരുന്നു ഞങ്ങൾ. ചാറ്റൽ മഴ ഞങ്ങളെ സന്തോഷിപ്പിച്ചെങ്കിലും അത് മ്യൂസിയത്തിലായതുകൊണ്ട് സന്തോഷം പെട്ടെന്ന് മങ്ങിപ്പോയി. എല്ലാം സമാധാനമായി നടന്നു കാണാൻ പറ്റില്ലല്ലോ. മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടന്നു. ഓഗസ്റ്റ് 14 തീയതിയാണിന്ന്. നാളെ സ്വാതന്ത്ര്യദിനം. പരേഡിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. പട്ടാളക്കാർ ചിട്ടയോടെ പരിശീലിക്കുന്നു. വീഡിയോ എടുത്തപ്പോൾ അവർ വിലക്കി. എവിടെ നോക്കിയാലും ദേശീയ പതാക കാണാം. ശാന്തമായ അന്തരീക്ഷം. 1999 പാകിസ്ഥാൻ ഇന്ത്യയിൽ നുഴഞ്ഞു കയറി ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടിയതിൻ്റെ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം. 30,000 സൈനികർ നേരിട്ട് പങ്കെടുത്ത യുദ്ധത്തിൽ 527 ഇന്ത്യൻ സൈന്യ സഹോദരങ്ങൾ വീരമൃത്യു വരിച്ചു. നമ്മളെല്ലാവരും വീട്ടിൽ സുഖമായി ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ പാകിസ്ഥാൻ്റെ വെടിയേറ്റ് ചിന്നിച്ചിതറുകയായിരുന്നു. ഓരോ ഭാരതീയനും ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടിരിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ലഡാക്കിൽ കാർഗിൽ ജില്ലയിൽ ദ്രാസ് എന്നിടത്ത് ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച ദ്രാസ് വാർ മെമ്മോറിയൽ എന്നും അറിയപ്പെടുന്ന കാർഗിൽ യുദ്ധസ്മാരകം. പിന്നിൽ കാണുന്ന മലനിരകൾ യുദ്ധമേഖലകളായിരുന്നു. നീളത്തിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിനരികിൽ പട്ടാളക്കാരുടെ സ്മാരകങ്ങൾ. ഓരോന്നിൻ്റെ മുന്നിലും ദേശീയ പതാകയുണ്ട്. കുറേ അധികം സമയം ഞങ്ങളത് നോക്കി നിന്നു. വീരചരമം പ്രാപിച്ചപ്പോഴുള്ള പ്രായവും അവരുടെ പേരും ആലേഖനം ചെയ്തിട്ടുണ്ട്. അത്യധികം ആദരവോടുകൂടിയാണ് ഞങ്ങളതെല്ലാം കണ്ടത്. സ്മാരകത്തിൽ എല്ലായിടത്തും ദേശീയ പതാക നാട്ടിയിട്ടുണ്ട്. ഓരോരുത്തരിലും ദേശസ്നേഹം അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന ഒരു അന്തരീക്ഷമുണ്ട് അവിടെ. ഒരു പട്ടാളക്കാരൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിൽക്കുന്നു. ഞാനും കുറച്ചു നേരം അവിടെ നിന്നു. അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുന്നത് പട്ടാളക്കാരാണ്. വളരെ സൂക്ഷ്മതയോടെ നിലം അടിച്ചു വാരുന്നതും പുല്ലു പറിക്കുന്നതുമൊക്കെ ബഹുമാനത്തോടെ ഞങ്ങൾ നോക്കിക്കണ്ടു. പുറത്ത് പല സ്ഥലങ്ങളിലായി യുദ്ധോപകരണങ്ങൾ കിടക്കുന്നുണ്ട്. യുദ്ധത്തിൽ ഉപയോഗിച്ച MiG-21 യുദ്ധവിമാനം ഞങ്ങൾ അടുത്തുപോയി കണ്ടു. അതുകൂടാതെ ബോഫോഴ്സ് തോക്കുകളും ഗ്രാനൈറ്റ് ലോഞ്ചറുകളുമൊക്കെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൗതുകത്തോടു കൂടിയാണ് എല്ലാവരും അതൊക്കെ നോക്കിക്കണ്ടത്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിച്ചു. മ്യൂസിയത്തിൽ ഫോട്ടോ കർശനമായി വിലക്കിയിരുന്നതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനകത്തെ കാഴ്ചകൾ പലതും ദുഃഖമുണർത്തുന്നതായിരുന്നു. മരിച്ചുപോയ ഇന്ത്യൻ പട്ടാളക്കാരുടെയും പാകിസ്ഥാൻ പട്ടാളക്കാരുടെയും ഡയറി കുറിപ്പുകൾ കണ്ടു. പാകിസ്ഥാൻ പട്ടാളക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത യുദ്ധസാമഗ്രികളും ഐഡൻറ്റിറ്റി കാർഡുകളും ഒക്കെ ഞങ്ങൾ സൂക്ഷ്മതയോടെ നോക്കി. അന്നത്തെ പത്രവാർത്തകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ വീണ്ടും ആ കാലത്തിലേക്ക് പോയതുപോലെ തോന്നി. മരിച്ചുപോയ ഇന്ത്യൻ പട്ടാളക്കാരോട് മാത്രമല്ല പാകിസ്ഥാൻ പട്ടാളക്കാരോടും ആദരവ് തോന്നി. എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. കാർഗിലെ മരിയൂൾ ഹോട്ടലിലാണ് ഇന്നത്തെ ഞങ്ങളുടെ താമസം. നല്ല ഭംഗിയുള്ളൊരു ഹോട്ടൽ. നല്ല സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക്. ചെന്നതേ കാവയും വെള്ളവുമൊക്കെ സ്നേഹപൂർവ്വം നൽകി. കുറച്ച് സമയം റിസപ്ഷനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിരുന്നു. പിന്നെ മുറിയിൽ പോയി ഫ്രഷായി ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ച് ഹോട്ടലിൻ്റെ ടെറസിൽ ഞങ്ങൾ ഒത്തുകൂടി. അവിടെ മനോഹരമായ കൃത്രിമ പുൽത്തകിടിയുണ്ട്. ജോനു പുൽത്തകിടിയിൽ കളിക്കാൻ തുടങ്ങി. ജോനുവിനെ പരിചയപ്പെട്ടില്ലല്ലോ. ഞങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദമ്പതികളാണ് ജോബിനും ഗ്യാബിയും. അവരുടെ 2 വയസ്സായ മകനാണ് ജോനു എന്ന് വിളിക്കുന്ന ജോനാഥാൻ. രാവിലെ വീണ്ടും ഞങ്ങൾ ടെറസിൽ പോയി. പുറത്ത് മനോഹരമായ കാഴ്ചകൾ.
താഴെ നല്ല ശബ്ദത്തിൽ പുഴ ഒഴുകുന്നുണ്ട്. എന്ത് രസമാണ് ആ ശബ്ദം കേട്ട് അവിടെ ഇരിക്കാൻ. പോരുന്ന വഴി പച്ചപ്പ് കുറവായിരുന്നതുകൊണ്ടോ എന്തോ ഹോട്ടലിൻ്റെ മുൻപിലെ പച്ചപ്പ് ഒരു കുളിർമയായിരുന്നു. ദൂരെ പാറക്കൂട്ടങ്ങൾ, അതിനിടയിൽ വീടുകളുമുണ്ട്. വീട്ടിലേക്ക് പോകാൻ വഴികൾ, ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോകുന്നത് കാണാം. കാർഗിൽ പട്ടണം ഇടുങ്ങിയതും തിരക്കുള്ളതുമാണ്. ഒരു വശത്ത് പുഴ, മറുവശത്ത് പുല്ലുപോലും കിളിർക്കാത്ത പാറമലകൾ. അതിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ അടിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഭംഗിയാണ്. ടെറസിലും ദേശീയ പതാക നാട്ടിയിട്ടുണ്ട്. നേരത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തയ്യാറായി. കൃത്യം 8 മണിക്ക് തന്നെ വണ്ടി വന്നു. ലേ എന്ന സ്വപ്നഭൂമിയിലേക്കുള്ള യാത്രയാണ്. അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്ന പ്രതിസന്ധികൾ സ്വപ്നത്തിൽ പോലും കാണാത്തവയാണെന്ന് ഞങ്ങൾക്കപ്പോൾ അറിയില്ലല്ലോ. രാത്രി ഉറക്കം അത്ര ശരിയാവാത്തത് കൊണ്ടുള്ള ക്ഷീണമുണ്ട്. കാർഗിലിൽ പോലും തണുപ്പില്ലാത്തത് ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഇവിടുത്തെ ഹോട്ടലുകളിലൊന്നും AC ഇല്ല. അതിൻ്റെ ആവശ്യം വരാറില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ രാത്രിയിൽ AC ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പുതപ്പൊന്നും പുതയ്ക്കാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാണ് നേരം വെളുപ്പിച്ചത്. പുറത്തെ കാഴ്ചകൾ കണ്ട് ക്ഷീണം മറക്കാൻ ഞാൻ ശ്രമിച്ചു. സുരു നദിയുടെ തീരത്തുകൂടിയാണ് ഞങ്ങളുടെ യാത്ര. നദി ക്രോസ് ചെയ്ത് എതിർവശത്തുകൂടിയാണ് ലേയിലേക്ക് പോകുന്നത്. നദിയുടെ എതിർവശത്ത് വരണ്ട പാറമലകളിൽ തീപ്പെട്ടിക്കൂട് അടുക്കി വെച്ചതുപോലുള്ള വീടുകൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. മഞ്ഞുകാലത്ത് ഇത് മുഴുവൻ മഞ്ഞു മൂടിപ്പോകുന്ന സ്ഥലമാണല്ലോ എന്നാലോചിക്കുമ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. നദി ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. കാർഗിലിനോട് നമുക്ക് വിട പറയാം. ഇന്നത്തെ കാഴ്ചകൾ തീരുകയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.